വിശദമായ വാർത്തകളിലേക്ക് പ്രൈം ടൈം ന്യൂസ് കടക്കുകയാണ്. സംസ്ഥാനത്ത് അരിവില കൂട്ടിയേക്കും. കേന്ദ്രം സഹായിച്ചില്ലെങ്കിൽ കേരളത്തിൽ അരിവില കൂടുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വരുന്ന മാസങ്ങളിൽ സംസ്ഥാനത്ത് അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ഇത് വിലവർദ്ധനവിലേക്ക് വഴിവെക്കുമെന്നും മന്ത്രി. കേന്ദ്ര നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിയുമായി ഡൽഹിയിൽ മന്ത്രി GR അനിൽ കൂടിക്കാഴ്ച നടത്തും. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ വിലക്കേർപ്പെടുത്തിയിരുന്നു. മുൻപ് ഈ ലേലത്തിൽ പങ്കെടുത്താണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത്. പുതിയ നയം സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും അരിയുടെ ലഭ്യത കുറയാൻ കാരണമാകുമെന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. അപ്പോൾ സ്വാഭാവികമായിട്ടും വില വർധനവിൻ്റെ എത്തിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അത് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയെ കാണാനും ഈ വിഷയത്തിൽ തീരുമാനം മാറ്റം വരുത്തണം. അടുത്ത മാസങ്ങളിൽ സംസ്ഥാനത്ത് ഉത്സവകാലം എത്തുന്നതോടെ അരിയുടെ ഉപയോഗം കൂടുമെന്നും അത് വില വർധനവിലേക്ക് നയിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. കേന്ദ്ര ഗവൺമെൻറ് OMS സ്കീമിൽ ഗവൺമെൻറ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. OMS സ്കീമിലെ ലേലത്തിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയൂഷ് ഗോയലുമായി ഇന്ന് വൈകിട്ട് മന്ത്രി GR അനിൽ കൂടിക്കാഴ്ച നടത്തും. 24 ഡൽഹി. സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി CPI. പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളോട് അവഗണന എന്നാണ് പരാതി. LDF യോഗത്തിൽ വിഷയമുന്നയിക്കാനാണ് CPIയുടെ തീരുമാനം. പ്രശ്നം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മന്ത്രിമാരായ GR അനിലും J ചിഞ്ചുറാണിയും പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിൽപ്പന കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ സപ്ലൈകോ നടപടി തുടങ്ങി. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി. അടുത്ത LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. മുന്നണിക്കകത്തും മന്ത്രിസഭയിലും വിഷയം സംസാരിക്കുമെന്നും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി J ചിഞ്ചുറാണിയും പ്രതികരിച്ചു. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതേസമയം കൃഷി വകുപ്പിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചെന്ന മന്ത്രി P പ്രസാദ്. CPI മന്ത്രിമാർ പരാതി നൽകിയതിനെ കുറിച്ച് അറിയില്ലെന്നും മന്ത്രി. വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിന് അങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. മന്ത്രി GR അനിൽ ഒരു കത്ത് അയച്ചതായിട്ട് അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത്. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ. വരുമാനവും വിൽപ്പനയും കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോയ്ക്ക് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇത്തരം ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ലെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാൻ സർക്കാർ പച്ചക്കൊടി കാട്ടിയതിനു പിന്നാലെ തുടർ നടപടികളിലേക്ക് കടന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ബില്ലിന്റെ കരട് തയ്യാറായെന്ന് മന്ത്രി R ബിന്ദു 24നോട് പറഞ്ഞു. സ്വകാര്യ മൂലധനത്തെ CPIM എതിർത്തിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. അതിനിടെ സർക്കാർ തീരുമാനത്തിൽ എതിർപ്പ് അറിയിച്ച് SFIയും KSUവും രംഗത്തെത്തി. പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം. ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി. പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക. സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയമാറ്റമല്ലെന്ന് മന്ത്രി. ഓരോ കാലത്തിന്റെയും മൂർത്തമായ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നയരൂപീകരണം ഉണ്ടാവുക.
വിദേശ നിക്ഷേപത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിലൊന്നും മൂർത്തമായ തീരുമാനങ്ങളിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. അത്തരം സാധ്യതകൾ ആരായും എന്നുള്ളതാണ് ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. സ്വകാര്യ മൂലധനത്തെയല്ല ആഗോളവൽക്കരണത്തെയാണ് CPIM എതിർത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞങ്ങൾ ആഗോളവൽക്കരണത്തെയാണ് എതിർത്തത്. സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തില്ല, ഇനി എതിർക്കുകയില്ല. കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ്. പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളത് കൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. അതേസമയം വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതിൽ SFI ആശങ്ക പ്രകടിപ്പിച്ചു. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. ശാസ്ത്രീയ സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ ചവച്ചുതുപ്പി TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ CPIM തയ്യാറാവണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന പ്രതിഷേധത്തിൽ ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും NCP അധ്യക്ഷനും പങ്കെടുക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ നേരിട്ട് ക്ഷണിക്കാൻ സമയം തേടിയെങ്കിലും അനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രതിഷേധത്തിൽ പങ്കെടുക്കണോ എന്ന് കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് രാത്രിയോടെ ഡൽഹിയിലെത്തും. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ ഡൽഹിയിൽ സമരം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതിഷേധത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളെയും പങ്കെടുപ്പിക്കാനാണ് CPIM ശ്രമം. ഇന്ത്യ മുന്നണിയിലെ ഭൂരിഭാഗം പാർട്ടികളും സമരത്തിന്റെ ഭാഗമാകുമെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി 24-നോട് പറഞ്ഞു. Written to major opposition party leaders. So we are expecting the major opposition party leaders to come, and all those who are today willing to defend the Indian Constitution. We are appealing to all of them to come and join this protest. It's up to them. As I told you, I mean, the Kerala Chief Minister has written to the leader of the opposition and the Congress President, Mr. Kharge. It's up to them. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. NCP അധ്യക്ഷൻ ശരത് പവാറും എത്തും. DMK, സമാജ്വാദി, RJD എന്നീ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളെ അയക്കാനാണ് സാധ്യത. സർക്കാരിന്റെ സമരത്തിൽ UDF വിയോജിപ്പ് പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയെ നേരിട്ട് ക്ഷണിക്കാനുള്ള നീക്കം. കേന്ദ്രത്തിനെതിരെ കർണാടക സർക്കാർ നാളെ നടത്തുന്ന പ്രതിഷേധ സമരത്തിലേക്ക് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചു. 24 ഡൽഹി. നിലമ്പൂർ MLA PV അൻവറിന്റെ കക്കാടംപൊയിലെ ചിൽഡ്രൻസ് പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ലെന്നും സർക്കാർ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ചോദിച്ച കോടതി മറുപടി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ടിക്കറ്റ് വെച്ചാണോ ആളുകളെ പ്രവേശിപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ CBI അന്വേഷണം തള്ളി ഹൈക്കോടതി. പോലീസിന് വീഴ്ച പറ്റി എന്ന ആക്ഷേപം തള്ളിയ ഹൈക്കോടതി CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണെന്ന് വ്യക്തമാക്കി. ജാമ്യഹർജി തള്ളിയതിനെതിരെ പ്രതി സന്ദീപ് സുപ്രീം കോടതിയെ സമീപിക്കും. ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളി ഹൈക്കോടതി. CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമെന്നും കോടതി വ്യക്തമാക്കി. പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യഹർജിയും കോടതി തള്ളി. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. വന്ദനയുടെ പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത്. പോലീസ് നിലപാടിൽ സംശയമുണ്ട്. പ്രതി സന്ദീപിന് രക്ഷപ്പെടാൻ പോലീസ് പഴുതുരുക്കിയെന്നും ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലാത്ത കേസാണിതെന്നും CBI അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും CBIയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. 24 കൊച്ചി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ആസ്ഥാനത്തും മുപ്പത്തടത്തെ വ്യവസായശാലയിലും ഇന്നും SFIO സംഘം പരിശോധന നടത്തി. ഇന്നലെ ശേഖരിച്ച രേഖകൾ പരിശോധിച്ചതിനു ശേഷമാണ് തുടർ നടപടി. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്നലെ പകലും രാത്രിയിലുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ്. CMRL ആസ്ഥാനത്തെ രേഖകൾ പരിശോധിച്ച സംഘം
അധികൃതരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. മുപ്പത്തിടത്തെ വ്യവസായശാലയിലും അന്വേഷണ സംഘം എത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ M. അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റുകാര്യ മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും കേസെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്നതിലേക്കും കടക്കുക. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും. മാസപ്പടിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത്. 24 കൊച്ചി. ലിവിംഗ് ടുഗദറിനും വിവാഹമോചനത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഏക സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ അവതരിപ്പിച്ചത്. പാസ്സായാൽ രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. വിവാഹമോചനം ജുഡീഷ്യൽ നടപടികളിലൂടെ മാത്രമാകും. ലിവിംഗ് ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ലംഘിച്ചാൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. വിവാഹ രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴ ചുമത്തുമെന്നും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് ബില്ല്. സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചനത്തിന് കാരണമായി കണക്കാക്കാം. സ്വത്ത് സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ പറയുന്നു. BJP MLA-മാരുടെ ജയ് ശ്രീറാം വിളികൾക്കിടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് സഭയിൽ വെച്ചു. ഭരണഘടനാ ശില്പികളുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിന് അർത്ഥം നൽകുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്ന് ബില്ല് അവതരണത്തിന് മുന്നോടിയായി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. समान नागरिक संहिता उत्तराखंड विधेयक 2024 को प्रस्तावित करने हेतु सदन की अनुज्ञा चाहता हूँ। പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് സർക്കാർ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് തിടുക്കത്തിലുള്ള നീക്കം. 24 ഡൽഹി. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. തിരുവനന്തപുരത്തെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണ വിവാദത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ വിമർശനം. ജില്ലാ നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയ മന്ത്രിയുടെ നിലപാട് അപക്വം എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ വിമർശനം. കരാറുകാരെ തൊട്ടപ്പോൾ ചിലർക്ക് പൊള്ളി എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പരാമർശം. നഗരസഭയുടെ വികസന സെമിനാറിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ കടകംപള്ളി സുരേന്ദ്രന്റെ അഭിപ്രായ പ്രകടനവും മറുപടിയെന്നോണം പൊതുവേദിയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗവും വിവാദമായിരുന്നു. ജില്ലയിലെ CPM നേതാക്കൾക്ക് കരാറുകാരുമായി ദുരൂഹ ഇടപാടുണ്ടെന്ന ധ്വനിയുള്ള പ്രസംഗത്തിൽ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. പരാമർശം നേതാക്കൾക്കെതിരെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാമെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്ന വിമർശനം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനടക്കം മുതിർന്ന നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി. പ്രസംഗത്തിൽ ജാഗ്രത പുലർത്തണമെന്നായിരുന്നു പൊതുനിലപാട്. ഇതോടെ തന്റെ പ്രസംഗം കടകംപള്ളിയെയോ മറ്റ് നേതാക്കളെയോ ഉദ്ദേശിച്ചായിരുന്നില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നിലപാട് മയപ്പെടുത്തി. തനിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്ത അസംബന്ധമാണെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ മാധ്യമങ്ങളോടുള്ള പ്രതികരണം. അസംബന്ധമാണ് ഈ വാർത്ത, അസംബന്ധ വാർത്തയാണെന്ന് MV ഗോവിന്ദ മാസ്റ്റർ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയാനുള്ള അസംബന്ധമായൊരു വാർത്ത. എന്നാൽ മഞ്ഞുരുകളുടെ സൂചനയെന്നോണം നിയമസഭയിലെ നന്ദിപ്രമേയ ചർച്ചയിൽ വിവാദത്തിൽ കഴമ്പില്ലെന്നും മുഹമ്മദ് റിയാസുമായി പ്രശ്നങ്ങളില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. പിന്നാലെ മന്ത്രിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ പോസ്റ്റും ചെയ്തു. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി BJP. തൃശൂരിൽ സുരേഷ് ഗോപി പങ്കെടുക്കുന്ന ബൂത്ത് തല യോഗങ്ങൾക്ക് തുടക്കമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് മുൻപാണ് തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചാരണം. ഒല്ലൂർ, പുതുക്കാട്, ഇരിങ്ങാലക്കുട, നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം തുടങ്ങി. ബൂത്ത് തല യോഗങ്ങൾ, ഭവന സന്ദർശനം തുടങ്ങിയവയാണ് അജണ്ടയിൽ. പ്രചാരണ രംഗത്ത് കാലേകൂട്ടി ഇറങ്ങി മേൽക്കൈ നേടാനാണ് സുരേഷ് ഗോപിയും BJPയും ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിൽ തൃശൂർ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളും BJPക്കൊപ്പം വരുമെന്ന് സുരേഷ് ഗോപി. തൃശൂർ എന്നല്ല, ഇന്ത്യയിൽ എത്രത്തോളം സാധ്യതയുണ്ട്, അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ നിന്ന് എത്ര മണ്ഡലങ്ങൾ വരും, അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ നോക്കുന്നുള്ളൂ. ഇതിനിടെ പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന സൂചന നൽകി PC ജോർജ് രംഗത്തെത്തി. മത്സരിച്ചാൽ ജയം ഉറപ്പെന്നും തോമസ് ഐസക് 3ാം സ്ഥാനത്തേക്ക് പോകുമെന്നും PC ജോർജ്. ആ പാർട്ടി എന്ത് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ ചിന്തയൊന്നുമില്ല. നിൽക്കണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കില്ല, അതാണ് ജയിക്കുന്നുള്ളത്. ആർക്കാ തർക്കം നീ തോമസ് ഐസക്കിൻ്റെ പേര് കേട്ടാൽ പോകേണ്ട കാര്യമില്ല. കാരണം തോമസ് ഐസക് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റിന് എത്ര വോട്ട് കിട്ടും? ഒരു വോട്ട് കൂടുതലുണ്ടാവില്ല. അതേസമയം ആറ്റിങ്ങലിൽ V മുരളീധരൻ, പാലക്കാട് C കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ കാര്യത്തിലും
തീരുമാനമായിട്ടുണ്ട്. ആലപ്പുഴ, തിരുവനന്തപുരം, കാസർഗോഡ് തുടങ്ങിയ മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെത്തും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFൽ സീറ്റ് ധാരണ. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കോട്ടയത്തിന് പുറമെ രണ്ടാമതൊരു സീറ്റ് കൂടി വേണമെന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യം CPIM തള്ളി. 16 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും മത്സരിക്കുന്നതായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെയുള്ള ഇടതുമുന്നണിയിലെ രീതി. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണിയിലേക്ക് വന്നതോടെ കോട്ടയം സീറ്റ് അവർക്ക് തന്നെ നൽകേണ്ടി വന്നു. 15 സീറ്റിൽ CPIM-ഉം 4 സീറ്റിൽ CPI-യും 1 സീറ്റിൽ കേരള കോൺഗ്രസ് എമ്മും മത്സരിക്കും. കോട്ടയത്തിന് പുറമെ പത്തനംതിട്ട സീറ്റ് ആവശ്യപ്പെട്ടെങ്കിലും 2 സീറ്റ് നൽകാനാവില്ലെന്ന CPM തീരുമാനത്തിന് കേരള കോൺഗ്രസ് എം വഴങ്ങുകയായിരുന്നു. ശനിയാഴ്ച ചേരുന്ന ഇടതുമുന്നണി യോഗത്തിനു ശേഷം ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 10, 11 തീയതികളിൽ CPI-യുടെയും 11, 12 തീയതികളിൽ CPIM-ന്റെയും സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നുണ്ട്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച അന്തിമ തീരുമാനം നേതൃയോഗങ്ങളിലുണ്ടാകും. 24, തിരുവനന്തപുരം. മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ് ആവശ്യം പരിഗണിക്കേണ്ടെന്നുറപ്പിച്ച് കോൺഗ്രസിന്റെ തീരുമാനത്തിന് തൽക്കാലം വഴങ്ങേണ്ട എന്നാണ് ലീഗിന്റെ നിലപാട്. 2 സീറ്റ് മാത്രമാണ് ലഭിക്കുന്നതെങ്കിൽ പകരം ഉപാധികൾ ഉന്നയിക്കാനും ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. ലോക്സഭയിലേക്ക് പരമാവധി കോൺഗ്രസ് എംപിമാരെ എത്തിക്കാനാണ് പാർട്ടി തീരുമാനം. രാജ്യത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായി കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സംസ്ഥാനം കേരളമാണെന്നും ഹൈക്കമാൻഡ് വിലയിരുത്തുന്നു. ഈ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ വിലപേശലിന് വഴങ്ങേണ്ടെന്നാണ് തീരുമാനം. ഇക്കാര്യം മുസ്ലിം ലീഗ് നേതൃത്വത്തെ കോൺഗ്രസ് അറിയിക്കും. മുസ്ലിം ലീഗിന് 3ാം സീറ്റിന് അർഹതയുണ്ടെങ്കിലും തൽക്കാലം അനുവദിക്കാൻ നിവൃത്തിയില്ല എന്ന വാദമാണ് അറിയിക്കുക. എന്നാൽ ഈ വാദം എളുപ്പത്തിൽ അംഗീകരിക്കേണ്ട എന്നാണ് മുസ്ലിം ലീഗിന്റെയും നിലപാട്. 3ാം സീറ്റിനായി കൂടുതൽ സമ്മർദ്ദം ചെലുത്തും. കോർ കമ്മിറ്റി കൂടി വിശദമായി ചർച്ച ചെയ്യും. സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ലെങ്കിൽ മറ്റു ചില ഉപാധികൾ കോൺഗ്രസിന് മുൻപിൽ വയ്ക്കാനും ലീഗ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളിലും പരിഗണിക്കണമെന്ന ആവശ്യം അറിയിക്കും. ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ചകൾ നീണ്ടുപോകും. കോൺഗ്രസുമായി വീണ്ടും ഉഭയകക്ഷി ചർച്ച വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ ആവശ്യം. എന്നാൽ 14 ചേരുന്ന UDF ഏകോപന സമിതി യോഗം മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് മുൻപ് ബാക്കിയുള്ളത് എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. 14 തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് UDF തീരുമാനം. കേരള കോൺഗ്രസ്, ജോസഫ്, RSP എന്നീ ഘടകകക്ഷികളോട് കോട്ടയം, കൊല്ലം മണ്ഡലങ്ങളിൽ പ്രചരണ പരിപാടികൾ ആരംഭിക്കാനും നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24, തിരുവനന്തപുരം. ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷം. കോൺഗ്രസിനെതിരെ തൃണമൂൽ കോൺഗ്രസ് നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി നിലപാട് കടുപ്പിച്ചു. സ്വന്തം നിലയ്ക്ക് പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയുണ്ടാക്കാൻ നീക്കം തുടങ്ങി എന്നാണ് സൂചന. മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ പ്രധാനിയാണെന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. പഴയ ലക്ഷ്യത്തിനായി പുതിയ സാഹചര്യം മമതാ ബാനർജി ഉപയോഗിക്കുകയാണ്. തൃണമൂൽ നേതൃത്വത്തിൽ രാജ്യത്തെ പ്രാദേശിക പാർട്ടികളുടെ കൂട്ടായ്മയാണ് ലക്ഷ്യം. ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഖാർഗെയെ നിർദ്ദേശിച്ച മമതാ ബാനർജി ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പോലും അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ്. ഇന്ന് മാറ്റിവെച്ചെങ്കിലും അടുത്ത ദിവസം ഡൽഹിയിലെത്തുന്ന മമതാ ബാനർജി മറ്റ് പ്രാദേശിക പാർട്ടികളുമായി ആശയവിനിമയം നടത്തും. അതേസമയം മമതാ ബാനർജി നടത്തുന്നത് ഇന്ത്യ സഖ്യത്തിനുപരിയായ രാഷ്ട്രീയ നീക്കമല്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു. If you look at Mamataji's statements, Mamataji is very much part of the India Alliance. And most of the other members who are part of the India Alliance are still members of the India Alliance. Of course, Mr. Nitish Kumar has left the India Alliance and he's gone to the BJP. You can guess as to what the reasons are for him leaving. ഇന്ത്യ മുന്നണിയുടെ വിശാല യോഗം അടുത്ത മാസം ഡൽഹിയിൽ ചേരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ യോഗം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിർണായകമാകും. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. ഇനി ചില വാർത്തകൾ ചുരുക്കത്തിൽ. സിൽവർ ലൈൻ പദ്ധതിക്കായി വീണ്ടും കേന്ദ്ര സർക്കാരിനെ സമീപിച്ച് കേരളം. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു. പദ്ധതി സംസ്ഥാന സർക്കാർ ഉപേക്ഷിച്ചെന്ന് തോന്നുന്നു എന്ന മന്ത്രിയുടെ പ്രതികരണത്തിന്റെ പശ്ചാത്തലത്തിലാണ് കത്ത്. സംസ്ഥാന ബജറ്റിൽ റേഷൻ വ്യാപാരികളെ അവഗണിച്ചെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ. അവഗണന തുടർന്നാൽ റേഷൻ മേഖലയെ സ്തംഭിപ്പിക്കുമെന്നും കേരള കോൺഗ്രസ് എം നേതാവ് ജോണി നെല്ലൂർ. നാഥുറാം ഗോഡ്സെയെ പ്രകീർത്തിച്ച കോഴിക്കോട് NIT പ്രൊഫസർക്കെതിരെ പ്രതിഷേധം ശക്തം. SFI പ്രതിഷേധ മാർച്ച് നടത്തി. പ്രൊഫസർ ഷൈജ ആണ്ടവനെ കുറിച്ച് വിവരങ്ങൾ തേടി പോലീസ് NIT രജിസ്ട്രാർക്ക് കത്തു നൽകി. വ്യാജലഹരി കേസിൽ തന്നെ കുടുക്കിയത് മരുമകളും അനുജത്തിയും ചേർന്നെന്ന് ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണി. എക്സൈസിന് വ്യാജ വിവരം നൽകിയ തൃപ്പൂണിത്തുറ സ്വദേശി നാരായണദാസ് ഹൈക്കോടതിയെ സമീപിച്ചു. മൈക്രോ ഫിനാൻസ് കേസിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആരോപണമുക്തനാക്കി വിജിലൻസ്.
കേസ് അവസാനിപ്പിക്കുന്നതിൽ ആക്ഷേപമുണ്ടെങ്കിൽ അറിയിക്കാൻ പരാതിക്കാരനായ VS അച്യുതാനന്ദന് കോടതിയുടെ നോട്ടീസ്. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് മദ്യ കയറ്റുമതിക്കുള്ള ചട്ടങ്ങൾ ലഘൂകരിക്കുന്നു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ NOC ഒഴിവാക്കും. ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താൽപ്പര്യമുള്ളവർക്കായി ചട്ടങ്ങളിൽ ഇളവ് കൊണ്ടുവരും. KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി സർക്കാരിന് റിപ്പോർട്ട് കൈമാറി. 24 എക്സ്ക്ലൂസീവ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കയറ്റുമതിയിലെ വെല്ലുവിളികളും സാധ്യതകളും പഠിക്കാനാണ് KSIDC MDയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതിയെ സർക്കാർ നിയോഗിച്ചത്. സമിതിയുടെ റിപ്പോർട്ടിലുള്ളത് 9 നിർദ്ദേശങ്ങൾ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കയറ്റുമതി ചെയ്യാൻ NOC വേണ്ട. എക്സ്പോർട്ട് പെർമിറ്റ് കൊടുക്കുമ്പോൾ തന്നെ എക്സൈസ് എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നതിനാലാണ് അനുമതി പത്രം ആവശ്യമില്ലാത്തത്. കേരളത്തിലെ ഡിസ്റ്റിലറിയുമായി സഹകരിച്ച് സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരാൾക്ക് മദ്യം ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഡിസ്റ്റിലറി ലൈസൻസ് ഉണ്ടായിരിക്കണമെന്ന നിബന്ധന ഒഴിവാക്കണം. അന്താരാഷ്ട്ര റോഡ് ഷോ, ട്രേഡ് ഷോ എന്നിവയ്ക്ക് പെർമിറ്റ് എടുത്ത് വിദേശത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന മദ്യത്തിന്റെ അളവ് പ്രതിമാസം 10 ലിറ്ററാണ്. ഇത് 20 ലിറ്ററായി ഉയർത്തണം. മദ്യക്കുപ്പിയിലെ ലേബൽ എങ്ങനെ വേണമെന്ന് എക്സൈസിന് പകരം ഉൽപ്പാദകന് തന്നെ തീരുമാനിക്കാം. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ പരിശോധനയ്ക്ക് കൂടുതൽ ടെസ്റ്റിംഗ് സെന്ററുകൾ ആരംഭിക്കണം. എക്സൈസിന്റെ എല്ലാ സേവനങ്ങളും ഏകജാലക സംവിധാനത്തിലൂടെയാക്കണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കൂടുതൽ മദ്യ ബ്രാൻഡുകളെ സംസ്ഥാനത്തേക്ക് ആകർഷിച്ചും വിദേശത്തേക്ക് മദ്യം കയറ്റുമതി ചെയ്തും പരമാവധി വരുമാനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. മധ്യപ്രദേശിലെ ഹർദയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 11 പേർക്ക് ദാരുണാന്ത്യം, 87-ലേറെ പേർക്ക് പരുക്ക്. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകടത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഇന്ന് രാവിലെയാണ് മധ്യപ്രദേശിലെ ഹർദയിലെ പടക്ക ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായത്. പൊട്ടിത്തെറി ഏറെ നേരം നീണ്ടുനിന്നു. സ്ഫോടനത്തിന്റെ തീവ്രതയെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഏറെ നേരം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 60ഓളം വീടുകളും നിരവധി വാഹനങ്ങളും തകർന്നു. പ്രദേശത്തെ 100ഓളം വീടുകളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടിയതായി ജില്ലാ കളക്ടർ ഋഷി ഗാർഗ് അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വിശദാംശങ്ങൾ തേടി. അപകടം നടക്കുമ്പോൾ 150ഓളം തൊഴിലാളികൾ പരിസരത്തുണ്ടായിരുന്നുവെന്ന് രക്ഷപ്പെട്ട ഫാക്ടറി തൊഴിലാളികൾ പറഞ്ഞു. പരിക്കേറ്റവരെ ഭോപ്പാൽ ഇൻഡോർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിപ്പിക്കും. പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെയും മെഡിക്കൽ സംഘങ്ങളെയും അയച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി. പത്തനംതിട്ട കോന്നി മല്ലശ്ശേരി മുക്കിൽ റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് വിദ്യാർത്ഥിക്ക് പരുക്ക്. ഇളകൊള്ളൂർ സെയിന്റ് ജോർജ് സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥി അഖിലയ്ക്കാണ് പരുക്കേറ്റത്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം റോഡ് മുറിച്ചു കടക്കുമ്പോഴായിരുന്നു അപകടമുണ്ടായത്. പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു.